പ്രതീക്ഷയുടെ ജനമെല്ലാം ജീവൻ തന്നെ ക്രിസ്തുവിനെ നമ്മുടെയൊക്കെ ജീവിത അന്തസ്സ് മാറ്റുവാനല്ല യോഹന്നാന്റെ അടുത്തേക്ക് വരുന്നത്. 3 ഗണത്തിൽപ്പെട്ടവരാണ് വരുന്നത്. ആദ്യം ജനക്കൂട്ടം വന്ന് യോഹന്നാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? യോഹന്നാൻ പറഞ്ഞു കൊടുക്കുന്നു, കരുണയോടെ കൊടുക്കുന്നതാണ്. മാത്രമല്ല അവന്റെ അന്തസ്സ് സംരക്ഷിച്ചുകൊണ്ട് വേണം കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് സ്ഥലമില്ല, ആരാധിക്കുവാനായിട്ട് ആലയമില്ല. അങ്ങനെ അടിമകളായിട്ട് എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമ്മയിലൂടെ സംലഭ്യമാക്കുവാനായിട്ട് ഈ നിയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി അർപ്പിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങാൻ നമ്മുടെ പാപങ്ങളോട് മനസ്തപിച്ച് ഏറ്റുപറയാം. ഏറ്റവും പ്രിയമുള്ള തിരുനാൾ പ്രസിദ്ധീമാരെ, വിശദീകോട് പ്രവർത്തകരെ, തിരുനാളിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടനമായിട്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിനുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. കാരാഗൃഹത്തിൽ നിന്ന് എഴുതുന്ന ലേഖനമാണ്. ആനന്ദകാലം ആലപിക്കുക, ആർപ്പ് വിളിക്കുക, സന്തോഷിച്ച് ഉല്ലസിക്കുക. പക്ഷെ പ്രവാചകൻ ഇസ്രായേൽ ജനത എന്ന് പ്രവാചകൻ പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ 2ാമത്തെ വായനയിൽ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. കരുണയോടുകൂടി ജീവിക്കുക. 2ാമതായിട്ട് സഹോദരികളുമായിട്ട് നീതിയോടെ പ്രവർത്തിക്കുക.